നീതിക്കായി പൊരുതും ഞങ്ങൾ നീതിക്കായി പൊരുതും ഞങ്ങൾ നേഴ്സസ് ഐക്യം സിന്ദാബാദ് സംയുക്ത സമരം സിന്ദാബാദ്. കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ നഴ്സുമാർ വീണ്ടും സമരത്തിലേക്ക്. മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുത്ത് 6 വർഷം കഴിഞ്ഞിട്ടും ശമ്പള വർധനയില്ലാതെ സർക്കാർ അവഗണിക്കുന്നുവെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം. സഹകരണ സ്ഥാപനമായിരുന്ന കാലത്തെ മുൻകാല സർവീസ് പരിഗണിക്കാത്തതിനാൽ നിരവധി നഴ്സുമാരുടെ ശമ്പളം കുറഞ്ഞു. 2019 മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുത്തത്. തുടർന്ന് 520 നഴ്സുമാരെ സർക്കാർ ജീവനക്കാരാക്കി മാറ്റി. എന്നാൽ ആശുപത്രി സഹകരണ സ്ഥാപനമായിരുന്നപ്പോൾ മുതൽ ജോലി ചെയ്തവരുടെ മുൻകാല സർവീസ് സർക്കാർ അംഗീകരിച്ചില്ല. 2019 ശേഷമുള്ള സർവീസ് മാത്രമാണ് പരിഗണിച്ചത്. ഇതോടെ സർക്കാർ മാനദണ്ഡ പ്രകാരം ഇവർക്ക് 10,000 മുതൽ 20,000 വരെ ശമ്പളം കുറച്ചു. 25-30 വർഷം സർവീസുള്ള സീനിയോറിറ്റി പ്രകാരം ശമ്പള വർധനയ്ക്ക് അർഹതയുള്ളവർ തുച്ഛമായ വേതനത്തിലാണ് ജോലി ചെയ്യുന്നത്. മുൻകാല സർവീസ് പരിഗണിക്കാത്തതിനാൽ ഗ്രാറ്റുവിറ്റി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളും ഇവർക്ക് ലഭ്യമാകുന്നില്ല. ആശുപത്രിയുടെ പ്രവർത്തനത്തെ ബാധിക്കാതെയായിരുന്നു സൂചനാ സമരം. സർക്കാർ അവഗണന തുടർന്നാൽ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകാനാണ് സംയുക്ത നഴ്സസ് കൂട്ടായ്മയുടെ തീരുമാനം. +2 കഴിഞ്ഞു, ഇനി എന്ത്? മാസം 1 ലക്ഷം രൂപ സ്റ്റൈഫൻഡോട് കൂടെ സൗജന്യമായി നഴ്സിംഗ് പഠിച്ചാലോ? അതും ജർമ്മനിയിൽ. +2 ഏത് ഗ്രൂപ്പ് പഠിച്ചവർക്കും ഇനി പഠിക്കാം, പറക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് യൂറോലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി, ജർമ്മൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കണ്ണൂർ, തൃശൂർ ആൻഡ് കൊല്ലം. ഫോൺ 7356 958 784 9400 100 499.